ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒറ്റ കൊടക്കീഴിലല്ല, അതാണ് സ്ലൊവേനിയയുടെ സ്വന്തം BTC സിറ്റി. അതേ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകാൻ പോകുന്നത് സ്ലൊവേനിയയുടെ സ്വന്തം BTC സിറ്റിയിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ BTC സിറ്റി ഒന്ന് പരിചയപ്പെടുത്തുക, പിന്നെ നമ്മൾ പോയ കടകളിലെ കുറച്ച് വിശേഷങ്ങൾ, പിന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങളുണ്ട്. ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് വില, നല്ല കടകൾ ഏതൊക്കെയാണ്, പിന്നെ പാത്രങ്ങൾ എന്തൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ബാഗ് തൂക്കി BTCയിൽ എത്തിയിട്ടോ. ബാഗ് എടുത്തതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഇവിടെ കവറിനൊക്കെ എക്സ്ട്രാ പൈസയാണ്. അത് ഇവിടെ നിന്നല്ല കേട്ടോ, BTCയിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ ഏതൊരു കടയിൽ കയറിയാലും അറ്റ്ലീസ്റ്റ് ഒരു പിസ്സ പാഴ്സൽ ചെയ്യണമെങ്കിൽ വരെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പോൾ നമ്മൾ BTC എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഓരോരോ ഷോപ്പിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം BTC എന്ന് പറഞ്ഞാൽ എന്താ? BTC നമ്മൾ വിചാരിക്കണ പോലെ ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ 500ഓളം കടകളുണ്ട്, കാസിനോസ് ഉണ്ട്, ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് സിറ്റി തന്നെയാണ് നമ്മുടെ BTC. രാവിലെ 9 to 8 കേട്ടോ ഇതിന് കടകളൊക്കെ തുറക്കുള്ളൂ. നമ്മൾ പിന്നെ ആദ്യം പോയത് ഐക്യയിലേട്ടോ. ഐക്യയാണോ യൂറോപ്പിലെ തന്നെ ഒരു വലിയ ബ്രാൻഡ് കേട്ടോ ഇത്. കയറി ചെന്നപ്പോൾ തന്നെ അതേ കിടക്കുന്നു, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഞാൻ നേരെ കയറി ചെന്നത് തന്നെ ഒരു കുറച്ച് ആക്സസറീസ് ഇരിക്കുന്ന ഒരു സെക്ഷനിലേട്ടോ. അവിടെ കണ്ടത് അത് ഐക്യയുടെ ഒരു സ്വന്തം അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത് അവരോട് റീറ്റെയിലായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പാണ്. നാട്ടിൽ 200 ഉള്ളൂ. ക്വാളിറ്റി എന്നൊക്കെ കാണണം. ഇതൊന്നല്ല കേട്ടോ, എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവരുടെ ഓൺ ബ്രാൻഡ്, ഫുൾ സാധനം ഇവരുടെ ഓൺ ബ്രാൻഡ് ആയതുകൊണ്ട് ക്വാളിറ്റി അവർ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാ സാധനത്തിനും. നമുക്ക് ധൈര്യമായിട്ട് എന്തുകൊണ്ടൊന്നും വാങ്ങാം. അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട്. റേറ്റ് കൂടിയ സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ടോയ്സ് ആണെങ്കിൽ തന്നെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മൾ കണ്ടത് അതേ ഫർണിച്ചേഴ്സിൻ്റെ സെക്ഷൻ, പിള്ളേർക്കുള്ള റൂമാണ്. റൂം അതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുക. ഇവിടെ വെച്ചേക്കണ ഓരോ സാധനങ്ങൾക്കും അവർ ബില്ലിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഓരോന്നായിട്ടോ അല്ലെങ്കിൽ റൂം മൊത്തത്തിലോ വാങ്ങിക്കാം. ഇപ്പം നിലത്തേക്കടെ ഈ വെട്ടം വെച്ച് അടിച്ചേക്കണേ ആരോ മാർക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫർണിച്ചർ സെക്ഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് കറങ്ങും. നമ്മൾ കറക്റ്റായിട്ട് ചെന്ന് ഇറങ്ങിയതും കിച്ചൺ വെയർസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. അവിടെ ചെന്ന വഴി തന്നെ 59 സെൻറ്റിനൊക്കെ ഒരു പ്ലേറ്റ്. പക്ഷെ എന്നാലും ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ സ്റ്റീൽ പാത്രം കൊണ്ടുവന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഇഷ്ടംപോലെ മോഡൽസിൽ കിച്ചൺ വെയർസ് നമ്മുടെ ഫ്രണ്ടിൽ നിരത്തി വെച്ചേക്കോട്ടോ. അവിടെ കട്ടിംഗ് ബോർഡ്, പാത്രങ്ങൾ, പാനുകൾ. ഇതേ ഈ ഇരിക്കുന്ന കുക്കറൊന്നും അല്ല കേട്ടോ, ഇവിടെ കുക്കറില്ല. വിലയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റാണ് കേട്ടോ. €8 നോർമലാണ്, പക്ഷേ പക്കയാണ്. ഞാനിതൊക്കെ കൊണ്ടുവന്നത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് മോഡൽസ് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിതുവരെ കാണാത്ത അടുക്കള സാധനം വരെ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ കിച്ചൺ വെയർസിൻ്റെ സെക്ഷനിൽ നമ്മൾ കയറിയിട്ട് നമ്മുടെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ അവർ ചോദിച്ച പോലെ കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണാത്ത സാധനങ്ങൾ പ്രഷർ കുക്കറും നമ്മൾ അരിയൊക്കെ അരയ്ക്കണ മിക്സിയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് സ്പോർട്സ് ഡയറക്ടർ എന്ന് പറയുന്നത് ഈ കടയിലേട്ടോ. കയറി ചെന്ന വഴി തന്നെ നമ്മളിത് കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ഡൽഹി ചെന്നപ്പോൾ അവിടെ കുഞ്ഞു കൂട്ടിയിട്ടേക്കണതല്ലാതെ ഇത്ര അറേഞ്ച് ചെയ്ത് ഇത്രയും ഷൂസ് നേരത്തെ വെച്ചേക്കണേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സകല സ്പോർട്സ് ബ്രാൻഡിൻ്റെയും ഷൂസ് ഉണ്ട് കേട്ടോ. സകല പരിപാടി ഉണ്ട്. സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള എന്ത് സാധനങ്ങൾ നിങ്ങൾക്ക് വേണം ഇതിൻ്റെ ഉള്ളിലുണ്ട് അത്. പിന്നെ സ്ലൊവീനിയൻസ് ഓൾറെഡി സ്പോർട്സ് പരമായിട്ട് ഭയങ്കര മുന്നോട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇവിടെ നാട്ടിലൊന്നും കാണാത്ത ഹൈ എൻഡ് സാധനങ്ങൾ കിട്ടും. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയപ്പോൾ അവർ അവരുടെ ഒരു സ്പോർട്സ് ഐറ്റം പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാത്ത ടൈപ്പ് സ്പോർട്സ് ഐറ്റംസ് ഉണ്ടെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ. അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസ് സ്കേറ്റിങ്ങും അല്ലാത്ത സ്കേറ്റിങ്ങും എല്ലാം ഒന്നും ഞാൻ വീഡിയോ പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യാന്വേഷണം കഴിഞ്ഞ് നേരെ പോയത് സിൻസൈലാട്ടോ. ഇത് ഇവിടുത്തെ ഒരു തുണിക്കടയാണ്. ഈ ഷോപ്പ് നമുക്ക് കയറി ചെന്നപ്പോൾ തന്നെ മനസ്സിലായത് അവരുടേതായ തന്നെ ഉള്ള ഒരു ഓൺ ബ്രാൻഡ് ഷോപ്പാണ് കേട്ടോ. പിന്നെ സിൻസൈൽ കയറിയപ്പോൾ തന്നെ എനിക്ക് നാട്ടിലെ സ്റ്റുഡിയോ ആണ് കേട്ടോ ഓർമ്മ വന്നത്. പക്ക നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റുഡിയോ. കണ്ടിട്ട് അതുപോലെയൊക്കെ തോന്നുന്നില്ലേ?
ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓഫേഴ്സ് ഉള്ളതിനൊക്കെ അത്യാവശ്യം നല്ല നാട്ടിലേക്കാളും വില കുറവിൽ കുറേ ഡ്രസ്സുകളൊക്കെ ഞാനിവിടെ കണ്ടു. പിന്നെ ഈ കാണുന്ന സോക്സിനും ഇന്നേഴ്സിനാണെങ്കിലും അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റ് തന്നെയായിരുന്നു. പിന്നെ സ്ലൊവേനിയയിൽ മാരിവർ ഉള്ള ഒരു സിൻസായിൽ ഞാൻ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ ലുബ്ലിയാനയിൽ BTCയിൽ തീരെ കുറവാണ് കളക്ഷൻ. പിന്നെ റേറ്റൊക്കെ എല്ലായിടത്തും സെയിം ആണ്. ഇവിടെ 13 യൂറോയാണ് ഞങ്ങൾ ഒരു 4 ഡ്രസ്സ് എടുത്തിട്ടായത്. എന്നാൽ നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് പോയാലോ? അടുത്ത് നമ്മൾ നേരെ പോയി പ്രിമാർക്കിലോട്ടാട്ടോ. പ്രിമാർക്കിൽ കയറിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. അതായത് നമ്മുടെ ഡ്രസ്സുകൾ, ആക്സസറീസ്, ഷൂസ്, ചെരുപ്പ്, ക്യാപ്പ് എന്ന് വേണ്ട ഹെഡ്സെറ്റ്, ചാർജർ, അത്യാവശ്യം റേറ്റ് കുറവെന്നൊക്കെ പറയാം. സ്ലൊവേനിയയിലെ കടയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഒട്ടുമിക്ക ഇവിടെ ഉള്ളവരൊക്കെ അവിടെ തന്നെയാണ് മേടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് നേരെ പോയി ഈ ഹ്യൂമാനിക്ക് എന്ന് പറയുന്ന തൊട്ടപ്പുറത്തെ ഒരു കടയിലോട്ടാട്ടോ. അവിടെയും കയറിയപ്പോൾ ഒരു അടിപൊളി കട തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ കയറിയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചിറങ്ങി. അവിടെ ഭയങ്കര ബ്രാൻഡാണെങ്കിലും ഇച്ചിരിയുടെ ഹൈ എൻഡ് സാധനങ്ങളാണ്, നല്ല കോസ്റ്റ്ലി ആയിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല, നമുക്കും പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ നേരെ എല്ലാം കണ്ടതിന് ശേഷം നേരെ പുറത്തോട്ടിറങ്ങി. അപ്പോൾ നമ്മുടെ അടുത്ത തുണിക്കട ന്യൂയോർക്കർ. നിങ്ങൾ പോകുമ്പോൾ 3 കടയിലും കയറിയതിന് ശേഷം സെലക്ട് ചെയ്ത് വെച്ചിട്ട് റേറ്റ് നിങ്ങൾക്ക് ഇഷ്ടം പൈസയൊക്കെ നോക്കി അവസാനം മേടിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഈ 3 കടയിലാണ് മെയിനായിട്ട് പോകാറ്. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് ന്യൂയോർക്കർ തന്നെയാണ്. റേറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും കുറച്ചുകൂടി എനിക്ക് മെൻസിന് കളക്ഷൻ കൂടുതൽ ഇവിടെ ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിതേ ഷോപ്പിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഇന്ന് പോയത് 3 തുണിക്കടയിലും പിന്നെ ഐക്യയുടെ ഫുൾ ഷോറൂമിലുമാണ്. പിന്നെ ഇവിടെ ഇതുപോലെ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഷോറൂംസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കയറി കാണണമെന്നുണ്ടെങ്കിൽ മിനിമം 2 ദിവസമെങ്കിലും അവിടെ പോകേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.